ടു നിഷാസ് ഡ്രീംസ്. ഞങ്ങൾ ഇത്രയും പതുക്കെ പറഞ്ഞാൽ ആർക്കും കേൾക്കില്ല. തിരുനെല്ലിയിൽ എത്തിയേക്കുകയാണ്. മുരളിയിൽ എന്നെ ഒരു മദർ തെരേസ പോലെ വെച്ചേക്കുന്നത് ഇവിടുത്തെ തണുപ്പടിക്കാതിരിക്കാൻ. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞല്ലോ, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഫ്ലൈറ്റ് ഇറങ്ങി കോഴിക്കോട് വന്ന് കോഴിക്കോടിൽ നിന്ന് നേരെ തിരുനെല്ലിയിൽ വന്നു. മുരളിയേട്ടൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞോളൂ. ഞാൻ വീട്ടിൽ നിന്ന് വണ്ടിയിൽ കോഴിക്കോട് എയർപോർട്ടിൽ വന്ന് പിക്ക് ചെയ്തുകൊണ്ട് വന്നു. വെളുപ്പിന് എത്ര മണിക്ക് ഇറങ്ങി? ഞാൻ 4:30 ഇറങ്ങി. 8 മണിയായപ്പം എയർപോർട്ടിൻ്റെ അവിടെ വന്നു. ഫ്ലൈറ്റ് 8:20 വന്നപ്പോൾ. അപ്പം ഞാനൊരു 20 മിനിറ്റ് എയർപോർട്ടിൻ്റെ പുറത്ത് കുറേ ഹോട്ടലുകളുണ്ട്, അതിൻ്റെ ഒരു കോഫിയൊക്കെ കുടിച്ച് അവിടെ ഇങ്ങനെ ഇരുന്നു. ഓക്കെ, അവിടെ കയറിയോ? കോഫി കുടിക്കാൻ കയറി. അകത്ത് കയറിയില്ല, പുറത്താണ് അവരുടെ കോഫി കൗണ്ടർ. അത് കഴിഞ്ഞ് ഫ്ലൈറ്റ് ഞാൻ പറഞ്ഞു ബാഗേജ് വരുമ്പം വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ബാഗേജ് വരുമ്പോൾ വിളിച്ചു. എന്നിട്ട് ഞാൻ വണ്ടിയായിട്ട് അകത്ത് ചെന്നപ്പോൾ അതിൻ്റെ ഇടയിൽ നോക്കുമ്പോൾ 5 മിനിറ്റായിട്ട് കാണുന്നില്ല. വിളിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറയാ ഞാൻ ബാത്റൂമിൽ പോയെന്ന്. എനിക്ക് വണ്ടിന് പോകണ്ടേ? അവരവിടെ അങ്ങനെ നിർത്താൻ സമ്മതിക്കത്തില്ല. പിന്നെ ഭാഗ്യത്തിന് വലിയ ഫ്ലൈറ്റ് ഒന്നും ഇല്ലായിരുന്നോണ്ട് ഞാൻ 5 മിനിറ്റ് നിർത്തിയിട്ട് ആരും വന്നൊന്നുമില്ല മാറ്റാൻ പറയാൻ. അപ്പൊ അങ്ങനെയാണ് സ്ഥിതി. കോഴിക്കോട് എയർപോർട്ട് ഒരു കുട്ടി എയർപോർട്ട്. കോഴിക്കോട് എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ടേബിൾ ടോപ്പ് എയർപോർട്ടാ. നമ്മളന്ന് കണ്ണൂരില്ല, ഇതും ടേബിൾ ടോപ്പാ. ഇത് ടേബിൾ ടോപ്പ് എയർപോർട്ട് ഇവിടെയായിരുന്നു അന്നൊരു മാംഗ്ലൂരിന്ന്. അത് ഇവിടെയാണോ? അല്ല, അത് മാംഗ്ലൂരായിരുന്നു. ഇവിടെ ഒന്നുമല്ലോ, മാംഗ്ലൂർ ഇവിടെ അല്ല. കോഴിക്കോടല്ല, കോഴിക്കോട് ടേബിൾ ടോപ്പ്. കോഴിക്കോട് ടേബിൾ ടോപ്പും അല്ല. അന്ന് ക്രാഷ് ചെയ്ത് മാംഗ്ലൂർ. കരിപ്പൂർ ടേബിൾ ടോപ്പ്. കരിപ്പൂറായത്. സോറി, ഇതാണോ കരിപ്പൂർ? കോഴിക്കോട്. സോറി, ക്ഷമിക്കുക. ഇതാണ് നമ്മുടെ ജനറൽ നോളജ്. അതുകൊണ്ട് പ്രത്യേകിച്ച് പുതുമയൊന്നുമില്ല, ക്ഷമിക്കുക എൻ്റെ വിവരം. പക്ഷെ അന്ന് ഫ്ലൈറ്റ് പോയത് മാംഗ്ലൂർ അല്ല. അതപ്പോൾ കമന്റ് ചെയ്യാം കേട്ടോ. ഫ്ലൈറ്റ് പോയത് എങ്ങോട്ട്? ഫ്ലൈറ്റ് പോയത് മാംഗ്ലൂർ എയർപോർട്ട്. മാംഗ്ലൂർ, അതൊക്കെ എനിക്കറിയാം. ഇതും ടേബിൾ ടോപ്പ് ആണെന്നാണ് എൻ്റെ ഒരു തോന്നൽ കേട്ടോ. എനിക്ക് ഉറപ്പൊന്നും. ഇതാണോ കരിപ്പൂർ? അല്ലേ, ഓക്കെ. പക്ഷെ എയർപോർട്ട് ചെറുതാണ്. കരിപ്പൂർ എവിടെയാ? കോഴിക്കോട് അല്ല, കരിപ്പൂർ ഇസ് ഇൻ മലപ്പുറം ഡിസ്ട്രിക്ട്. കോഴിക്കോടല്ല, കോഴിക്കോട് എയർപോർട്ടാണ്. പക്ഷെ സംഭവം സിറ്റുവേറ്റ് ചെയ്യുന്നത് മലപ്പുറത്താണ്. ഓക്കെ, അപ്പോൾ കോഴിക്കോടുകാരും മലപ്പുറംകാരും എന്നോട് ദയവ് ഇത് ക്ഷമിക്കുക. അപ്പോൾ ജനറൽ നോളജിന്റെ ഏകദേശം ഒരു ഐഡിയ. എൻ്റെ മുഖത്ത് ഷാഡോ അടിക്കും, ക്ഷമിക്കുക. ഗ്ലാമർ പോകാൻ പാടില്ല. ഇല്ല, മുരളിയുടെ എന്നെ ഇരുത്തിയേക്കുന്നുണ്ടോ? എനിക്കപ്പം വരുന്ന വഴിക്ക് നല്ല കോൾഡ് പിടിച്ചു. ഫ്ലൈറ്റ് കോൾഡ് പിടിച്ചിട്ട് ഇരുന്ന് പിന്നെ മൂക്കിന്ന് വലിച്ചും ശ്വാസം വിടാൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുക. അപ്പം ഇവിടെ വേണമെങ്കിൽ അത്യാവശ്യം ചില സമയത്ത് നല്ല കാറ്റുണ്ട്. ഒന്ന് മൂടാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഗ്ലാമർ പ്രശ്നമാണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഇപ്പൊ കമ്പൽസറി ആയിട്ട് ഞാൻ ഇപ്പൊ മൂടി വെച്ചിരിക്കുക. ഗ്ലാമർ ഒന്നുമല്ല, അങ്ങനല്ല. സെറ്റ് മുണ്ടിന്റെ ഇതെടുത്താണ് നിങ്ങൾ നോക്കേണ്ട അവസ്ഥ. സെറ്റ് മുണ്ടിന്റെ ഇതെടുത്ത് എങ്ങനെയാ മൂടുന്നത്? എന്താ ഇപ്പൊ ചെവി കവർ ചെയ്ത് വെക്കണം, അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. അങ്ങനെ ഭയങ്കര, ഞാൻ പറഞ്ഞില്ല, നല്ല സ്ട്രെയിനേഴ്സ് യാത്രയായിരുന്നു. വർക്കല, അത് കഴിഞ്ഞ് ബാംഗ്ലൂർ, പിന്നെ ഇങ്ങോട്ട്. പക്ഷെ ഇതൊക്കെ എനിക്ക് വന്നേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇഷ്ടത്തോടെ വരുന്ന സ്ഥലങ്ങളാണെല്ലാം. ഇവിടെ വന്ന് നന്ദുവിനെ കണ്ടു, അങ്ങനെ ആ കാര്യങ്ങൾ. പിന്നെ ഹാപ്പിയായി. ഞാൻ ഹാപ്പിനെസ്സിലാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. വന്നപ്പോൾ അസുഖമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ക്ഷീണിച്ച് അവശയാണ് വരുന്നത്. പക്ഷെ ഇപ്പം ഇത് ഹാപ്പിനെസ്സിൻ്റെ, വന്ന് തൊഴുത് കഴിഞ്ഞുള്ള ഹാപ്പിനെസ് വീഡിയോ ആണ്. ദീപാരാധനയൊക്കെ കഴിഞ്ഞ് സമാധാനം. എൻ്റെ മുമ്പിൽ ഇതുവരെ നന്ദിത മുരളീകൃഷ്ണൻ അപ്പിയർ ചെയ്തിട്ടില്ല. ഞാൻ ഇപ്രാവശ്യം പക്ഷെ ശരിക്കും ഒന്ന് നോക്കി, ഇവിടെ എങ്ങാനും മുകളിലോ. ഞാൻ സൈഡിൽ വന്ന് കുറെ നേരം നിന്നപ്പോഴൊക്കെ അവിടെ എവിടെയെങ്കിലും ഓടുന്നുണ്ടോ ചാടുന്നുണ്ടോ എന്നൊക്കെ നോക്കി, പക്ഷെ രക്ഷയില്ല. മുകളിൽ ഏതായാലും വല്ലേ, കൃഷ്ണന്റെ കൂടെയാണ്. ചിലവർക്ക് മാത്രമേ അതിനുള്ള കഴിവ് കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ ആയിക്കോട്ടെ, മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മൈൻഡ്ഫുൾ ആണ്, പക്ഷെ ചിലപ്പോൾ അതാണ് പറഞ്ഞത്, ചിലവർക്ക് അത് യോഗ ഇല്ലായിരിക്കാം, അതുകൊണ്ടായിരിക്കാം. അല്ല, അത് കുറെ കഴിയുമ്പോൾ വരും. നമ്മള് മൈൻഡ്ഫുൾ ദൈവത്തെ. വിഷമമൊന്നുമില്ല, കാരണം അത് എല്ലാവർക്കും വിഷമമില്ല, പക്ഷെ ഒരു ചെറിയ സങ്കടം ഇല്ല. കാരണം അത് നമുക്ക് വിധിച്ച, അതായത് നമുക്ക്
എന്താ പറയുക, വിധിച്ച അല്ലെങ്കിൽ നമുക്ക് തലയിലെഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളെ സംഭവിക്കത്തുള്ളൂ, അല്ലെങ്കിൽ വിധിച്ച കാര്യങ്ങളെ സംഭവിക്കത്തുള്ളൂ. അതെ, അത് കറക്റ്റാണ്. അത് ഞാൻ കഴിഞ്ഞ വർക്കലയിൽ പോയപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ ഇത്രയും കടന്ന്, അത് തന്നെ ഇപ്പോഴും എനിക്ക് ഇവിടുന്ന് നന്ദുവിൻ്റെ ഒരു ഇതിൽ നിന്ന് എനിക്ക് നന്ദു പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. നമ്മൾ സ്ട്രോങ് ആയിട്ട് ഇനിയും മുന്നോട്ട് പോകും എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് നന്ദു ഇവിടുന്ന് തരുന്നതായിട്ട് എനിക്ക് തോന്നി. നമ്മൾ സ്ട്രോങ് ആയിട്ട് ഒരുമിച്ച് പോകുമെന്ന് നന്ദു പറയുന്നതായിട്ട് എനിക്ക് ഇവിടുന്ന് ഒരു എനർജി കിട്ടി, ഒരു എനർജി ബൂസ്റ്റ് നന്ദുവും കൂടെ തന്നു കേട്ടോ. ഒരുമിച്ച് നമ്മൾ സ്ട്രോങ് ആയിട്ട് പോകുന്നുള്ളത്. ആ എനർജി ബൂസ്റ്റിൽ ഞാനുണ്ടോ? ഉണ്ട്. നമുക്ക് അച്ഛനെ കൂടെ ശരിയാക്കാമെന്നുള്ളൊരു ഇത് കിട്ടി. ശരിയാക്കി തരാം, ശരിയാക്കി എടുക്കാം. അച്ഛൻ പോയി എന്ന് നന്ദു വിളിക്കുന്നത്, അച്ഛൻ എന്ന് വിളിക്കാറില്ല. എന്നോട് മുരളിയേട്ടനെ നേരിട്ട് അച്ഛൻ എന്നാണ് വിളിക്കുന്നത്, പക്ഷെ എന്നോട് അച്ഛൻ എന്നല്ല, അച്ഛൻ പോയി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അച്ഛൻ പോയി നമുക്ക് ശരിയാക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അപ്പം പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നു. കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് ഞങ്ങളങ്ങ് പോകും. എന്നിട്ട് നാളെ രാവിലെ 6 മണിക്ക് ഇവിടെ നിന്ന് ബലി സാധനവും മേടിച്ചോണ്ട് ബലി ഇടാൻ പോകുന്ന പാപനാശിനി ഒരു 1 കിലോമീറ്ററോളം നടക്കണം അകത്തോട്ട് കാട്ടിക്കൂടെ. ഇപ്പം പക്ഷേ അവരവിടെ കോൺക്രീറ്റ് ഒക്കെ ഇട്ട് അത്യാവശ്യം കഴിഞ്ഞ കൊല്ലം വന്നപ്പോൾ ഓൾമോസ്റ്റ് അറ്റം വരെ ആയിരുന്നു. ഇപ്രാവശ്യം ആയി കാണും. അവിടെ വരെ ഏതായാലും വരത്തില്ല കേട്ടോ, കല്ലുകൾ ഏതായാലും ഉണ്ടാവും, അറ്റം വരെ ഒരിക്കലും വരില്ല. എനിക്ക് തോന്നുന്നില്ല, നോക്കാം. നാളെ നമ്മൾ കഴിഞ്ഞ കൊല്ലം വരുമ്പോൾ ഒരു 3/4 ഭാഗത്തോളം ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം എങ്ങനെയാണെന്നുള്ളത് അവിടെ നാളെ ചെല്ലുമ്പോൾ കാണാം. ഇവിടെ അമ്പലത്തിലും കുറേ ചേഞ്ച് വന്നല്ലേ ഇപ്രാവശ്യം? അകത്ത് ഒരുപാട് അകത്ത് അവർ ഒരുപാട് ഇത് കൺസ്ട്രക്ഷൻ വർക്കൊക്കെ ചെയ്ത് ഏകദേശം ഒരു ഈ സൈഡായിട്ട് ഇവിടെ ആയിട്ടില്ല ഒന്നും, പക്ഷെ അപ്പുറത്തൊക്കെ ആ സൈഡ് നല്ല ചേഞ്ച് വന്നു. ഒരു സൈഡ് മുഴുവൻ അവര് ഈ ഇതിപ്പോ ഇത് കണ്ടോ, ഈ പുറകിലത്തെ മതിൽ കണ്ടോ, ഈ മതിലൊക്കെ അവർ പൊളിച്ച് ഇപ്പോൾ വേറെ രീതിയിലാക്കും. ഈ സൈഡ് ഒരു സൈഡിലോട്ട് ചെയ്തിട്ടില്ല ഇത് അങ്ങോട്ട്. സാധാരണ ഞങ്ങൾ അപ്പുറത്ത് ഏത് സൈഡിലോട്ട് ചെയ്തിട്ടില്ല, ബാക്ക് സൈഡിലോട്ട് ചെയ്തിട്ടുണ്ട്. അതെ, എൻ്റെ ബാക്കിലോട്ടുള്ള സൈഡ്, ബാക്കിലോട്ടുള്ളത് ചെയ്തിട്ടില്ല. ഇത് മുഴുവൻ ചെയ്തിട്ടില്ല. അതെ, അടുത്ത പ്രാവശ്യം വരുമ്പോൾ ആവുമായിരിക്കും അല്ലേ? അതിനാ ഇവരിവിടെ ചെറുതായിട്ട് കളക്ഷനൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചെയ്തായിരുന്നത്. അകത്ത് നല്ലപോലെ പണി കുറേ വ്യത്യാസം വന്നു, നടയുടെ അവിടെയൊക്കെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പം ശരി, ഇനി പോകുന്നതിന് മുമ്പ് നമുക്കൊന്ന് ഗോതമ്പ് അല്ലേ ഇങ്ങനത്തെ വേറെന്തോ പേപ്പറാണ് ഇതല്ലേ? നല്ലതാണ്. ഉച്ചയ്ക്ക് കിട്ടുമെന്ന് മധുരമുണ്ട്, നല്ല കട്ടന മധുരമുണ്ട്, നല്ല കട്ടന, നല്ല സുഖം കുടിക്കുമ്പോൾ. എനിക്ക് തൊണ്ടയ്ക്ക് നല്ല സുഖം, പക്ഷേ ചൂട് കട്ടന. രാവിലെ ദക്ഷിണകാശി പാപനാശിനിയിൽ ബലിയൊക്കെ ഇട്ട് ഞങ്ങൾ തിരിക്കുകയാണ് തിരുനെല്ലി, വയനാട് ജില്ലയിൽ നിന്ന്. രാവിലെ നല്ലൊരു സംതൃപ്തിയോടെ ബലിയിടാൻ പറ്റിയല്ലേ ഇന്ന്? ഞങ്ങൾ ശകലം ലേറ്റ് ആയിട്ടാ പോയത്. അപ്പോൾ അവിടെ ഫസ്റ്റ് ആ തിരക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തേല് ഞങ്ങളാകെ 4 പേരെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ സ്ലോ പേസിൽ അതെ ചെയ്യാൻ പറ്റി. ചെറുതിയൊന്നും ഇല്ലാതെ 4 പേരെ ഉണ്ടായിരുന്നോണ്ട്. സാധാരണ ഇങ്ങനെ നമ്മൾ ആ അരുവിയില് കുറേ പേര് നിരന്ന് നിന്നിട്ട് തിരുമേനി ഉണ്ടായിരുന്നു 2 പേരാ ചെയ്യിക്കുന്നു. ഒരെണ്ണം 15ഉം മറ്റേതും 10ഉം ഒക്കെ ഉണ്ടായിരുന്നു. രണ്ടാമത്തേല് ഞങ്ങളുടെ ഇതിൽ 4 പേരുണ്ടായിരുന്നു. അത് ചെയ്യിപ്പിക്കുന്ന തിരുമേനിയോട് നമുക്ക് നല്ലപോലെ കേൾക്കായിരുന്നു പറയുന്നത്. സാധാരണ നമുക്ക് പറയുന്നത് അങ്ങനെ കേൾക്കാൻ പറ്റിയില്ല, നമുക്കത് റിപ്പീറ്റ് ചെയ്ത് പറയാനായിട്ട്, വാക്കുകൾ കറക്റ്റായിട്ട് പറയാൻ എല്ലാം ഇപ്പം കുറേ പ്രാവശ്യം ചെയ്തുകൊണ്ട് കുറേയൊക്കെ അറിയാം. എന്നാലും എല്ലാം നമ്മൾക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ തിരിച്ച് റിപ്പീറ്റ് ചെയ്യണമല്ലോ. അപ്പം ഇപ്രാവശ്യം കറക്റ്റായിട്ട് എല്ലാം പറയാൻ പറ്റി, നല്ല കോൺസെൻട്രേഷനോടുകൂടി ചെയ്യാൻ പറ്റി. അപ്പം ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ലൊരു സംതൃപ്തി മനസ്സിൽ. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നു.
ഇനിയും ഇവിടുന്ന് പോയി കോഴിക്കോട് ചെന്ന് നിന്നിട്ട് അവിടെ നിന്ന് നാളെ തൃശ്ശൂർ പോയിട്ട് അവിടെ നിന്നാണ് പോകുന്നത്. എൻ്റെ ഡാൻസറിൻ്റെ ഞാൻ ഡാൻസിൻ്റെ വീഡിയോയിലൊക്കെ എൻ്റെ അരങ്ങേറ്റത്തിൻ്റെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറിനെ കാണാൻ പോകണം, സാറിൻ്റെ അനുഗ്രഹം വേണം എന്നൊക്കെ. അപ്പം സാറ് ഒരാഴ്ച മുമ്പ് പോയി. സാർ ഇപ്പം ഇല്ല. സാറിൻ്റെ ടീച്ചറിനെ കാണാൻ പോകണം. In 600 meters, turn left onto Tirunelli-Pothamla Kartikulam Road. സാറ് കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ സാറിനെ ഇങ്ങനെ സ്വപ്നം കാണിക്കും, സാറിനെ കാണാൻ പോകാനായിട്ട്. ആ സമയത്ത് എനിക്ക് അല്ലെങ്കിലും അങ്ങനെ ഇപ്പം കാണാനായിട്ട് പോകാൻ അതൊന്നും എനിക്കിപ്പം പറ്റാറില്ല. അങ്ങനെ ഇതൊന്നും കാണാനായിട്ട് പറ്റാറില്ല. അപ്പം പിന്നെ ഞങ്ങൾ മറ്റേ വർക്കല ആ ഒരു ഇത് അങ്ങനെയൊക്കെ ആയിരുന്നു. ആ സമയത്ത് ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു, ഹോങ്കോങ്ങിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വന്ന് നെക്സ്റ്റ് ഡേ വർക്കലയിൽ പോയി. അങ്ങനെ തിരിച്ചു പോകുന്ന വഴിക്ക് ടീച്ചറിനെ കണ്ടിട്ട് വേണം തിരിച്ച് വീട്ടിലോട്ട് പോകാനായിട്ട്. നമ്മള് ഇന്ന് തന്നെ പോവാൻ നിന്ന് കഴിഞ്ഞാല് ഇവിടുന്ന് ഡയറക്റ്റ് പോവാണെങ്കിൽ തന്നെ 9 മണിക്കൂർ എടുക്കും. അതെ അതെ അതെ. നമ്മൾ അവിടെയും കൂടെ കേറിയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ട്രെയിൻ ആയി പോകും. അതുകൊണ്ട് ഈ രീതിയിലാണ് അതിനെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എനിക്കത് സാറിന് എൻ്റെ അരങ്ങേറ്റം കാണാൻ പറ്റിയത് എനിക്കൊരു ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. സാർ അത് കഴിഞ്ഞ് വേറെ പ്രോഗ്രാം കാണാൻ പോയിന്ന് എനിക്ക് തോന്നുന്നില്ല. സാറ് എൻ്റെ മുമ്പിൽ ആരും പെർഫോം ചെയ്യാൻ പറ്റിയത് എനിക്കൊരു ഭയങ്കര ഇതായിട്ട് തോന്നുന്നു. അതൊരു എന്നാലും സാർ പെട്ടെന്ന് പോയതൊരു ഇതായിപ്പോയി. അതെ, കാരണം സാറിന് സുഖമില്ലായിരുന്നു, പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ടല്ല പുള്ളി പോയത് അവസ്ഥ. അതെ അതെ അതെ, കാർഡിയാക് അറസ്റ്റ് ആയിരുന്നു. പക്ഷെ ഒന്നും നമ്മുടെ കയ്യിലല്ല എന്നുള്ളത് നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ശരി, നമുക്കിനിയും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.